നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഓർമ്മയിലേക്ക്. പഴയ ഓഫീസ് കെട്ടിടം പൊളിക്കുന്ന ജോലികൾക്ക് തുടക്കമായി. പുതിയ മന്ദിരത്തിന്റെ പണികൾ തുടങ്ങുന്നത് ജനുവരി മാസത്തിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുന്നുവെന്ന് കോൺഗ്രസ്. കോട്ടയം തിരുനക്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല. പോലീസ് സെല്ലിനകത്ത് കയറി ഡിവൈഎഫ്ഐക്കാർ തല്ലുന്ന കാഴ്ച നിത്യസംഭവമായെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പാലാ കുമ്പാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മണ്ണാറക്കയം സ്വദേശിക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഓർമ്മയാകുന്നു. പഴയ ഓഫീസ് മന്ദിരം പൊളിക്കുന്ന ആദ്യ ജോലികൾ ആരംഭിച്ചു. ജനുവരി മാസത്തിൽ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പണികൾ ആരംഭിക്കും. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഇനി ഓർമ്മകളിലേക്ക് മറയുന്നു. പഴയ പഞ്ചായത്ത് ഓഫീസ് മന്ദിരം പൊളിക്കുന്ന ജോലികൾ ആരംഭിച്ചു. 1960 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ള ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്ത് ഓഫീസ് മന്ദിരം. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൂടാതെ ഇതിനോടനുബന്ധിച്ചുള്ള കുടുംബശ്രീ മന്ദിരം, കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഇവ പൊളിച്ചു നീക്കും. ഇതിനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. തറയോടുകൾ പൊളിച്ചു നീക്കുന്ന ജോലികളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഫ്രണ്ട് ഓഫീസിനോട് ചേർന്നുള്ള റൂഫ് പൊളിച്ചു നീക്കിയ ശേഷമായിരിക്കും ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റുക. 25 ദിവസത്തിനുള്ളിൽ ഓഫീസ് പൊളിച്ചു മാറ്റാനാണ് നിർദ്ദേശം. ജനുവരിയിൽ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ പണികൾ തുടങ്ങും. MLA ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവിട്ട് 26 മുറികളുള്ള ഷോപ്പിംഗ് മാളും ഇതോടൊപ്പം പണിയും. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മേടക്കൽ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ദേശീയപാത 183 ഓരത്ത് നിലവിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കെട്ടിടം. ഈ ജംഗ്ഷനിലാണ് ബൈപ്പാസിന്റെ ഒരു കവാടം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം തിരുനക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തുന്ന ക്രൂരമർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോട്ടയം തിരുനക്കരയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പോലീസ് സെല്ലിനകത്ത് കയറി ഡിവൈഎഫ്ഐക്കാർ തല്ലുന്ന കാഴ്ചയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിൽ ചെന്ന ആളുകൾക്ക് ആവശ്യമായ ചികിത്സയില്ല. പല ആളുകളെയും നേരത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവരെ അഡ്വാൻസായി തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ശ്രമിച്ചത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകളെ ഇവിടെ പെരുമ്പാവൂരില് അവിടെ പോലീസ് സെല്ലിനകത്ത് കയറി ഡിവൈഎഫ്ഐക്കാർ തല്ലി. അങ്ങനെ സെല്ലിനകത്ത് പോലീസ് എത്തിക്കുക, അതേസമയം സെല്ലിനകത്ത് കയറി ഡിവൈഎഫ്ഐക്കാർ തല്ലുക, ഇതൊക്കെ നിത്യസംഭവമായി നമ്മൾ കേൾക്കുകയാണ്. UDF ജില്ലാ കൺവീനർ വിൽസൺ മാത്യൂസ്, മണ്ഡലം ഭാരവാഹികളായ ജയചന്ദ്രൻ ചീരോത്ത്, CB ജോൺ, അഡ്വക്കേറ്റ് ജോണി ജോസഫ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ പൊൻകുന്നം റോഡിൽ കുമ്പാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരനായ മണ്ണാറക്കയം സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലാ പൊൻകുന്നം റോഡിൽ കുമ്പാനിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. മണ്ണാറക്കയം സ്വദേശി എബ്രഹാം ജെറോമിനാണ് പരിക്കേറ്റത്. 11 മണിയോടെയായിരുന്നു അപകടം. പാലാ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികനായ എബ്രഹാം ബൈക്ക് വലതുവശത്തേക്ക് തിരിക്കുന്നതിനിടെ എതിരെ വന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയേറ്റ് ഉയർന്നു പൊങ്ങിയ എബ്രഹാം കാറിന്റെ ചില്ലിലേക്കാണ് വീണത്. എബ്രഹാമിന്റെ തലയിൽ സാരമായ പരിക്കുകളുണ്ട്. അദ്ദേഹത്തെ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയേറ്റ് ബൈക്ക് റോഡിലൂടെ നിരങ്ങി നീങ്ങുകയും ചെയ്തു. പൊൻകുന്നം റോഡിൽ ഈ ഭാഗത്ത് ഇതിനോടകം നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. പാലാ പോലീസ് സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജന്മദിനം കോട്ടയം DCCയിൽ ആഘോഷിച്ചു. മുൻമന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തിയും മധുരം പങ്കുവച്ചുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാമത് ജന്മദിനം കോട്ടയം DCCയിൽ ആഘോഷിച്ചത്. മുൻ മന്ത്രിയും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ KC ജോസഫ് ജന്മദിനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ത്യയിൽ എങ്ങുമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് KC ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് എന്നൊക്കെ ദുർബലമായിട്ടുണ്ടോ അന്നെല്ലാം ഇന്ത്യയിലെ ജനാധിപത്യവും അപകടത്തിലായിട്ടുണ്ടെന്ന് KC ജോസഫ് പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അട്ടിമറിച്ചാണ് BJPയുടെ പ്രവർത്തനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷങ്ങളാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈ നാടിന്റെ മുന്നോട്ട് പ്രയാണത്തിൽ വേഗമാർഗമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് കോൺഗ്രസ് ഇല്ലാതെയായോ, എന്ന് കോൺഗ്രസ് ദുർബലമായോ, അവർ ദുർബലമാകുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുണ്ടായ കോൺഗ്രസിനുണ്ടായ പരാജയം, BJPയുടെ എമർജൻസി,
ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാം മുമ്പ് കാണുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നാളെ ഈ രാജ്യമുണ്ടാകുമോ? ജനാധിപത്യ മൂല്യങ്ങൾ ഉണ്ടാകുമോ? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുമോ? പൗരാവകാശങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമെല്ലാം ഇന്ന് വളരെയേറെ സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. ആഘോഷത്തിന്റെ ഭാഗമായി ജന്മദിന കേക്കും മുറിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. KPCC, DCC, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജില്ലാ സഹകരണ ടീം ഓഡിറ്റ് പദ്ധതി വിശദീകരണ യോഗം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്നു. മന്ത്രി VN വാസവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും വിശ്വസ്തത ഉറപ്പുവരുത്താനുമാണ് ടീം ഓഡിറ്റ് സംവിധാനം ജില്ലയിൽ പ്രാവർത്തികമാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മാമൻ മാപ്പിള ഹാളിൽ പദ്ധതി വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയുടെ വിശ്വസ്തത നിലനിർത്താനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി IAS ചടങ്ങിൽ അധ്യക്ഷയായി. ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ, MJ പ്രമീള, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM രാധാകൃഷ്ണൻ, ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രേഷൻ N വിജയകുമാർ, അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലടി പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് ഓഫീസിന് മുന്നിൽ തൊഴിലാളി ധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ തൊഴിലിട സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ PCK മാനേജ്മെന്റ് നടപ്പിലാക്കുക, പക്ഷപാതപരമായ തൊഴിലാളി ട്രാൻസ്ഫറുകൾ ഒഴിവാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാലടി പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് ഓഫീസിന് മുന്നിൽ തൊഴിലാളി ധർണ സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് CK ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ അജണ്ടയായി ഈ സ്ഥാപനത്തെ കറവപ്പശുവായി മാറ്റാൻ ചിലർ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടേറെ കാലയളവായി 7.5 വർഷമായി ഈ സ്ഥാപനം തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. തൊഴിലാളിക്ക് ജോലി ഉണ്ടാവണം, എങ്കിലേ വരുമാനമുണ്ടാവും. വരുമാനമുണ്ടായെങ്കിലേ ജീവിക്കാൻ കഴിയൂ. അവന്റെ കുടുംബത്തിന്റെ ഭദ്രത തകർക്കുന്ന സമീപനവുമായി ഈ ബോർഡ് കടന്നു വരുമ്പോൾ അതിനെതിരെ CITU എറണാകുളം ജില്ലയിൽ നിന്നും പരിമിതമായ വേതനം മാത്രമുള്ള നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കൾ, സഹോദരിമാർ ഈ ഓഫീസിന്റെ മുന്നിൽ വന്ന് ഈ സമരം നടത്തുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും CITU ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും CITU കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, യൂണിയൻ ജനറൽ സെക്രട്ടറി ജിനീഷ് ജനാർദ്ദനൻ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി PV രമേശൻ, ട്രഷറർ KP ബെന്നി, എസ്റ്റേറ്റ് സെക്രട്ടറിമാരായ PP ഷജൻ, KJ ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തൊഴിലിടങ്ങളിൽ സ്ത്രീ ചൂഷണം പരമാവധി ഒഴിവാക്കുന്നതിനും സ്ത്രീകളുടെ സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഉതകുന്ന പദ്ധതികളും നിയമങ്ങളുമായി മുന്നേറുകയാണെന്നും എന്നാൽ പൊതുമേഖലാ തോട്ടം വ്യവസായ സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജ്മെന്റ് ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയിലാണ് സ്ത്രീ തൊഴിലാളികളുടെ തൊഴിലിട വിഷയങ്ങളിൽ ഇടപെടുന്നതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ലാലം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ കൊടിയിറങ്ങി. വിവിധയിടങ്ങളിൽ ആറാട്ട് എതിരേൽപ്പിന് സ്വീകരണം നൽകി. ദക്ഷിണകാശി മേജർ ലാലം മഹാദേവ ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളിലായി നടന്നുവന്ന ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ആറാട്ട് സദ്യയും തുടർന്ന് കൊടിയിറക്കും നടന്നു. തുടർന്നായിരുന്നു ആറാട്ട് പുറപ്പാട്. മീനച്ചിലാറ്റിലെ തൃക്കയിൽ കടവിൽ ആറാട്ട് നടന്നു. തുടർന്ന് തൃക്കയിൽ ക്ഷേത്രത്തിൽ മഹാദേവ സംഗമവും ചെത്തിമറ്റത്ത് സ്വീകരണവും ഒരുക്കി. തുടർന്ന് പാല ലാലം ജംഗ്ഷനിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി. ലാലം ജംഗ്ഷനിൽ നടന്ന ആറാട്ട് എതിരേൽപ്പിന് താഴത്തേടത്ത് മുരളീധര മാരാരും സംഘവും അവതരിപ്പിച്ച സ്പെഷ്യൽ പഞ്ചാരിമേളം അകമ്പടിയായി. ന്യൂസ് ബ്യൂറോ, പാല. മണിയങ്ങാട് മത്തായി കത്തനാർ അനുസ്മരണവും കുടുംബയോഗ മഹാസംഗമവും ഈ മാസം 30-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പകൽ 12 മണിക്ക് കൊഴുവനാൽ സെന്റ് ജോൺ നെപുൻസിയാസ് പള്ളിയിൽ ചടങ്ങുകൾ ആരംഭിക്കും.
വാർത്താ സമ്മേളനത്തിൽ കുടുംബയോഗം രക്ഷാധികാരി ഫാദർ ആന്റണി മണിയങ്ങാട്, പ്രസിഡന്റ് മാത്യു മണിയങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുവനാൽ സെന്റ് ജോൺസ് അഭ്യുൻസിയാൻസ് പാരിഷ് ഹാളിൽ വെച്ച് മത്തായി അച്ഛൻ്റെ മരണവാർഷിക പ്രാർത്ഥനയോട് ആരംഭിക്കുന്നു. 1:30 വിശുദ്ധ കുർബാന, തുടർന്ന് 2:45 പാരിഷ് ഹാളിൽ പൊതുസമ്മേളനം നടക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഗോവയുടെ ബഹുമാന്യനായ ഗവർണർ ശ്രീ PS ശ്രീധരൻ പിള്ള അവറുകളാണ്. അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ മാണി സി കാപ്പൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അറിയിപ്പ്: MG സർവകലാശാലയിലെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്ന റെഗുലർ ഈവനിംഗ് ഫൗണ്ടേഷൻ ബാച്ചുകളിലെ പ്രവേശനത്തിന് ജനുവരി 15 വരെ അപേക്ഷിക്കാം. ഫോൺ 9188374553. MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽസ്, സ്കൂൾ ഓഫ് പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവിടങ്ങളിലും IIUCNN സെന്ററിലും ലാബ് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാല നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അടിസ്ഥാന യോഗ്യത BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. പ്രായപരിധി 36 വയസ്സ്. കൂടുതൽ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ. പുതുവത്സരത്തിൽ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ വിലക്കുറവിൽ വിവിധ ഓർഡറുകൾ സ്വീകരിക്കുന്നു. തുണിത്തരങ്ങൾ, കേക്കുകൾ, കായൽ വിഭവങ്ങൾ, കടൽ വിഭവങ്ങൾ എന്നിവ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി നൽകും. ഓൺലൈനായും ഓർഡർ സ്വീകരിക്കും. ഫോൺ 9495801822. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഓർമ്മയിലേക്ക്. പഴയ ഓഫീസ് കെട്ടിടം പൊളിക്കുന്ന ജോലികൾക്ക് തുടക്കമായി. പുതിയ മന്ദിരത്തിന്റെ പണികൾ തുടങ്ങുന്നത് ജനുവരി മാസത്തിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുന്നുവെന്ന് കോൺഗ്രസ്. കോട്ടയം തിരുനക്കരയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല. പോലീസ് സെല്ലിനകത്ത് കയറി ഡിവൈഎഫ്ഐക്കാർ തല്ലുന്ന കാഴ്ച നിത്യസംഭവമായെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പാലാ കുമ്പാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ മണ്ണാറക്കയം സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.